اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ വല്ലാതെ വിശാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ജൂതനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ. ആ വാർത്തകൾ വന്നപ്പോ ലോകമാകെ ഞെട്ടലിലാണ്. ഇത്രയും ക്രൂരത ഒരു മനുഷ്യൻ അത് ചെയ്തു എന്നുള്ളതല്ല, ഒരുപാട് ആളുകളെ അതിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുവന്ന് ഉന്നതരായ ആളുകൾക്ക് കാഴ്ചവെച്ച് അത് വീഡിയോയിൽ പകർത്തി ലോകം തന്നെ തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ഈ ലോകത്തിനെ തന്നെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി നടത്തിയ പൈശാചികമായ ഇടപെടലുകൾ. ഇവിടെ നമ്മൾ ഉയർന്നു കേട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അവർ ചെയ്യുന്ന പിശാചിനെ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ. ഒരിക്കലും നിങ്ങൾ ശൈത്താനിനെ ആരാധിക്കാൻ പാടില്ല, ശൈത്താൻ നിങ്ങളെ ശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബഹുമാന്യരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഈ ബിംബത്തിനെ ആരാധിക്കുക എന്ന് പറയുന്നത് ചില മൂർത്തികളെ ആരാധിക്കലാണ്. എന്നാൽ പൈശാചികമായ ആരാധന തന്നെയാണ് അതും. പക്ഷെ 1966 അമേരിക്കയിൽ സാത്താനിന് വേണ്ടി സാത്താനിനെ ആരാധിക്കുന്ന ഒരു അമ്പലം ഉണ്ടാക്കി എന്നുള്ളത് ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു വിഭാഗം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നിരീശ്വരവാദികൾ എന്ന് പറയുന്ന പല ആളുകളും പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അള്ളാഹുവിനോടുള്ള വിരോധം കൊണ്ട്, ദൈവവിരോധം കൊണ്ട്, ദൈവത്തിന്റെ ഓപ്പോസിറ്റായി ഒരു സൂപ്പർ ഹീറോയെ മനസ്സിൽ കരുതി അവരെ ആരാധിക്കുന്ന ഒരു സമൂഹവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പൈശാചികമായ ആരാധന ലോകത്തുണ്ടാകുമോ? അല്ലെങ്കിൽ ശൈത്താനിന്റെ ഇടപെടലുകൾ മനുഷ്യർക്കിടയിൽ നടക്കുമോ? അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്ക മുശ്രിക്കീങ്ങളും നടക്കുന്ന ആദ്യ പോരാട്ടം, ബദർ യുദ്ധത്തിന്റെ വേള, ശത്രുപക്ഷത്ത് നജിദിയൻ യുവാവിന്റെ കോലത്തിൽ ഒരാളെ കണ്ടു അല്ലാഹുവിന്റെ റസൂല്. സാക്ഷാൽ ഇബ്ലീസ് നജിദിയൻ യുവാവിന്റെ കോലത്തിൽ വന്നിട്ട് ശത്രുക്കൾക്ക് യുദ്ധതന്ത്രം പറഞ്ഞു കൊടുത്തു എന്ന് താരീഖിന്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും.
അപ്പൊ ശൈത്താന്റെ ഇടപെടലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യരിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്ന് ശൈത്താൻ വിജയിച്ചില്ല എന്നുള്ളത് എന്താ കാരണം? എതിർപക്ഷത്ത് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയാൻ പോകുന്നതായ സന്ദർഭം. വലിയ തീക്കുണ്ടാരമാണ്. അതിന്റെ അടുത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ പോലും കഴിയില്ല. ശക്തമായ ചൂടാണ്. ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ഈ തീയിലേക്ക് എറിയുക എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സാക്ഷാൽ ഇബ്ലീസ് അവിടെ വന്നിട്ട് നിങ്ങളൊരു തെറ്റുവെല്ല് ഉണ്ടാക്കി ഒരു അമ്പെയ്യുന്നത് പോലെ ഇബ്രാഹിം നബിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തീക്കുണ്ടാരത്തിൽ നിങ്ങൾ എറിയുക എന്ന ഐഡിയ പറഞ്ഞു കൊടുത്തത് ശൈത്താനാണ്, ഇബ്ലീസാണ്. പക്ഷേ ഇബ്ലീസിന്റെ എതിർഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. അതുകൊണ്ട് തന്നെ ശൈത്താന്റെ ആ ഉദ്യമം പരാജയപ്പെട്ടു. ഷെയ്ത്താന്റെ ഐഡിയ അവർ പ്രയോഗിച്ചു. ഒരു തെറ്റുവിൽ കിടത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിഞ്ഞു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ യാ നാർ കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അപ്പൊ ഷെയ്ത്താന്റെ ഇടപെടലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കളെ സഹായിക്കാൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കാൻ ഇന്നും ഇബ്ലീസിന്റെ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ശൈത്താനെ സേവിച്ചുകൊണ്ട് ശൈത്താന്റെ സഹായത്തോടുകൂടെ പലതും നടപ്പിലാക്കുകയാണ് ഇന്ന് പാശ്ചാത്യരാകുന്ന ചില ആളുകൾ. ഇപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദുന കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകദൈവ വിശ്വാസവുമായി സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തകർക്കാൻ വേണ്ടി അന്നത്തെ ആളുകൾ, അന്നത്തെ ബനൂ ഇസ്രായേൽ ആളുകൾ എങ്ങനെയാണ് മൂസാ നബിയെ നേരിട്ടത്? ആഭിചാരവുമായി സിഹ്റുമായിട്ടാണ് സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരിട്ടത്. പക്ഷേ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാവിധ പ്രൊട്ടക്ഷൻ നൽകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് തെളിവാണ്. അപ്പോ എതിർപക്ഷത്തുള്ള ആളുകൾ ഉന്നതരായതുകൊണ്ട് ഒരിക്കൽ പോലും ശൈത്താന് അവരൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴോ നമ്മെപ്പോലെയുള്ള ഇൽമ് നമുക്ക് കുറവാണ്, അമല് നമുക്ക് കുറവാണ്, ഇഖ്ലാസ് നമുക്കില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു പേര് മാത്രം നിലനിൽക്കുന്ന നമ്മെ പല ഐഡിയകളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് പരാജയപ്പെടുത്താനും ഈമാൻ തെറ്റിക്കാനും ശൈത്താന് വലിയ പ്രയാസമല്ല. നമ്മൾ നല്ലവണ്ണം പേടിക്കണം, നല്ലോണം നമ്മൾ പേടിക്കേണ്ട ഒരു കാലാണ്. കാരണം നിരീശ്വരവാദം എന്ന് പറയുന്നത് വല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു കാലം. എല്ലാം എൻ്റെ കാൽ കീഴെന്ന ഒരു അഹന്തത നിറഞ്ഞ കൽബുള്ളവരുടെ കാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇബ്ലീസ് എന്തിന്റെ പേരിലാണോ ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കപ്പെട്ടവനാക്കിയത്, ആ ഒരു കിബർ എന്ന് പറയുന്ന, ആ ധിക്കാരം എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും നീചമായ ഒരു വിശേഷണം, അത് മനുഷ്യ ഹൃദയത്തിൽ നിറക്കാനാണ് ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളൊക്കെ ജാഗ്രത. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഇബ്ലീസിന്റെ ചതി പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ മാസമാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശൈത്താനികമായ ചിന്തകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്
യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യഥാർത്ഥ അഖീദയുമായി അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച യഥാർത്ഥ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.